അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. ഏറ്റവും വലിയ ജീവിത വിജയം കൈവരിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടിമകളുടെ 8 പ്രത്യേകതകൾ വിശുദ്ധ ഖുർആൻ സൂറത്തു തൗബയിലെ 112-ാമത്തെ ആയത്തിലൂടെ പഠിപ്പിക്കുന്നു. ആ 8 പ്രത്യേകതകൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലുണ്ടോ, നമ്മുടെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളിലും സുഹൃത്തുക്കളിലും ഉണ്ടോ എന്ന് പരിശോധിക്കുകയും ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യാൻ നാം തയ്യാറാവുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തു തൗബയിലെ 111-ാമത്തെ ആയത്തിൽ സത്യവിശ്വാസികൾ അവരുടെ ധനവും ശരീരവും അല്ലാഹു സുബ്ഹാനഹു വ തആല വാങ്ങിയിരിക്കുന്നു, അവർക്ക് പകരം സ്വർഗം കൊടുക്കുക എന്ന വ്യവസ്ഥയിൽ എന്ന് പഠിപ്പിക്കുന്നു. ആ സത്യവിശ്വാസികളുടെ പ്രത്യേകതകളാണ് 112-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. ഒന്ന്, അത്തായിബൂൻ, അവർ പശ്ചാത്തപിക്കുന്നവരാണ്. സത്യവിശ്വാസികളുടെ ഒരു പ്രത്യേകത, മനുഷ്യനാണോ അബദ്ധങ്ങൾ തെറ്റുകൾ പറ്റും. അബദ്ധം പറ്റുന്ന തെറ്റുപറ്റുന്ന സത്യവിശ്വാസികളിൽ, മനുഷ്യരിൽ ഏറ്റവും ഉത്തമർ ആ പറ്റിപ്പോയ അബദ്ധം തിരുത്തി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പശ്ചാത്തപിക്കുന്നവരാണ് എന്ന് മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അവിടുന്ന് ഒരു ദിവസം 100 പ്രാവശ്യം അല്ലാഹുവോട് ഇസ്തിഗ്ഫാർ തേടാറുണ്ടായിരുന്നുവെന്നും 70 പ്രാവശ്യം ഇസ്തിഗ്ഫാർ തേടാ എന്നൊക്കെ റിപ്പോർട്ടുകളിൽ കാണാം. അതിൻ്റെ അർത്ഥം നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 100 തെറ്റ് ചെയ്തുവെന്നോ 70 തെറ്റ് ചെയ്തുവെന്നോ അല്ല, മറിച്ച് പാപങ്ങൾ പൊറുക്കപ്പെട്ട ഹബീബായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോലും ഒരു ദിവസം 100 പ്രാവശ്യം അള്ളാഹുവോട് ഇസ്തിഗ്ഫാർ തേടുന്നുണ്ടെങ്കിൽ നാം ഒക്കെ എത്രമാത്രം ശ്രദ്ധിക്കണം എന്ന വലിയ പ്രത്യേകതയാണ് നമുക്കവിടെ ബോധ്യമാകുന്നത്. അതുകൊണ്ട് തന്നെ അസ്തഗ്ഫിറുല്ലാഹ് എന്ന എപ്പോഴും നമ്മുടെ മനസ്സിൽ നിന്ന് പുറത്തു വരുന്ന ആ ദിക്ർ, പുറത്തു വരേണ്ടുന്ന ആ ദിക്ർ നമ്മോടൊപ്പം ഉണ്ടാകണം. അസ്തഗ്ഫിറുല്ലാഹ് വ അതൂബു ഇലൈഹി എന്ന് 100 പ്രാവശ്യം ഒരു ദിവസം ചൊല്ലാൻ മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ, സുഹൂറിന്റെ സുബഹിക്ക് മുമ്പുള്ള ആ സമയമുണ്ടല്ലോ, ആ സമയത്ത് അവർ അള്ളാഹുവോട് ഇസ്തിഗ്ഫാർ തേടുന്നവരാണ് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഇസ്തിഗ്ഫാർ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാവുക. തൊട്ടുടനെ അള്ളാഹു പറയുന്നു, അൽ ആബിദൂൻ, അവർ ഇബാദത്തുകൾ എടുക്കുന്നവരാണ്, ഇബാദത്തുകളിൽ ഏർപ്പെടുന്നവരാകുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിനെ ഇബാദത്തെടുക്കുക, ആരാധിക്കുക എന്നത് ഏറ്റവും ഇഷ്ടമുള്ള, താല്പര്യമുള്ള ഒരു വിഷയമായി നമസ്കാരമാകട്ടെ, നോമ്പാകട്ടെ, ഹജ്ജാകട്ടെ, ഉംറയാകട്ടെ തുടങ്ങിയ എല്ലാ ഇബാദത്തുകളിലും അങ്ങേയറ്റത്തെ ശ്രദ്ധയും സൂക്ഷ്മതയും നമുക്കുണ്ടാകണം. മൂന്നാമത്തെ പ്രത്യേകത അൽ ഹാമിദൂൻ, അവർ സ്തുതികീർത്തനം ചെയ്യുന്നവരാണ്. മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് നുരഞ്ഞു പൊന്തി പുറത്തേക്ക് വരുന്ന അൽഹംദുലില്ല. ഏതെല്ലാം വിഷയങ്ങൾക്ക് നമുക്ക് അൽഹംദുലില്ല പറയാനുണ്ട്. അതുകൊണ്ട് ആ അൽഹംദുലില്ല എന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറണം. മാത്രമല്ല, നാലാമത്തെ പ്രത്യേകത അല്ലാഹു പറയുന്നു, അസ്സായിഹൂൻ, അവർ നോമ്പനുഷ്ഠിക്കുന്നവരാണ്. അപ്പോൾ റമളാൻ മാസത്തെ നിർബന്ധമായ നോമ്പിനോടൊപ്പം തന്നെ നോമ്പ് ജീവിതത്തിലുടനീളം ബാക്കി 11 മാസങ്ങളിലും ധാരാളമായുണ്ട്. എല്ലാ തിങ്കളാഴ്ചയും, എല്ലാ വ്യാഴാഴ്ചയും, എല്ലാ മാസവും 13, 14, 15, 6 നോമ്പ്, മുഹറത്തിലെ 9, 10, അതേപോലെ തന്നെ അറഫ നോമ്പ്, ഇങ്ങനെയുള്ള ഒട്ടേറെ നോമ്പുകൾ നമുക്കുണ്ട്. അങ്ങനെ നോമ്പ് നോൽക്കുന്ന ഒരു സ്വഭാവം. അടുത്ത പ്രത്യേകത അറാക്കിഊന സാജിദൂൻ, അവർ കുമ്പിടുകയും സാഷ്ടാംഗം നടത്തുകയും ചെയ്യുന്നവരാണ്. ഇബാദത്തുകളിൽ നിന്ന് നമസ്കാരത്തെ പ്രത്യേകം എടുത്തു പറയുന്നു. അള്ളാഹുവിൻ്റെ മുമ്പിൽ കുനിഞ്ഞു നിൽക്കുക, അള്ളാഹുവിൻ്റെ മുമ്പിൽ 8 അവയവങ്ങളും വെച്ച് സുജൂദ് ചെയ്യുക, ഇഷ്ടത്തോടെ താല്പര്യത്തോടെ. ലോകത്താരുടെ മുമ്പിലും ഞാൻ കുനിയുകയില്ല, ഞാൻ സുജൂദിൽ പോവുകയില്ല റബ്ബേ നിന്റെ മുമ്പിൽ. ആ സുജൂദ് വർദ്ധിപ്പിക്കണമെങ്കിൽ സുന്നത്ത് നമസ്കാരങ്ങൾ വർദ്ധിപ്പിക്കണം. രാത്രി നമസ്കാരം പ്രത്യേകം ശ്രദ്ധിക്കണം. വുളു എടുത്താലുള്ള 2 റക്അത്ത്, ളുഹാ നമസ്കാരം, അങ്ങനെയുള്ള ഒട്ടേറെ സുന്നത്തുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് സുജൂദും റുകൂഉം വർദ്ധിപ്പിക്കുവാൻ നാം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ അൽ ആമിറൂന ബിൽ മഅറൂഫി വന്നാഹൂന അനിൽ മുങ്കർ, 7ാമത്തെ പ്രത്യേകതയായി സദാചാരം കൽപ്പിക്കുകയും ദുരാചാരത്തിൽ നിന്ന് വിലക്കുകയും ചെയ്യുന്നവരാണ്. ഒരു വ്യക്തി എന്നുള്ള നിലക്ക് നമ്മുടെ ജീവിതത്തിൽ തൗബ പോലെ, ഇബാദത്തുകൾ പോലെ, ഹംദ് ചെയ്യുന്നത് പോലെ, നോമ്പ് നോൽക്കുന്നത് പോലെ
ജീവിതത്തിൽ ഉണ്ടാകേണ്ട പ്രത്യേകതയായി അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക. അത് നമ്മളാകുന്ന വ്യക്തി നശിച്ചാൽ നമ്മൾ നശിച്ചു പോകും. നമ്മുടെ കുടുംബത്തിൽ നിന്നു പോയാൽ കുടുംബം നശിച്ചു പോകും. നാട്ടിൽ നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും നിന്നു പോയാൽ നാട് നശിച്ചു പോകും. ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അള്ളാഹുവിന്റെ അതിർവരമ്പുകളെ കാത്തു സൂക്ഷിക്കുന്നവരാണവർ. എന്നിട്ട് അള്ളാഹു പറയുന്നു, വബശ്ശിരിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾക്ക് സുവിശേഷം അറിയിക്കുക. അതുകൊണ്ട് സഹോദരി സഹോദരന്മാരെ, സൂറത്തു തൗബയിലെ ഈ 112-ാമത്തെ ആയത്ത് നാം പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ 8 പ്രത്യേകതകൾ നമ്മിൽ ഉണ്ടോ എന്ന് പരിശോധിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി, എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ അറിയുക, അറിയിക്കുക. Peace Radio. Tune to reality.